മൂന്നാറിൽ ദേശീയപാതയോരത്ത് വിള്ളലുണ്ടായ പ്രദേശത്തെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുന്നു. പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപമാണ് 100 മീറ്ററോളം മണ്ണിടിഞ്ഞത്. അപകട ഭീഷണി തുടരുന്നതിനാൽ ഗതാഗത നിയന്ത്രണം തുടരും. അശാസ്ത്രീയമായ നിർമ്മാണമാണ് മണ്ണിടിച്ചിലിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അതേസമയം ദേശീയപാത അതോറിറ്റിക്കെതിരെ CSI പള്ളി വികാരി ഫാദർ മഹേഷ് രംഗത്തെത്തി. റോഡ് നിർമ്മാണത്തിനായി 50 അടിയോളം ഉയരത്തിൽ മണ്ണിടിച്ചിട്ടും സുരക്ഷാ ഭിത്തി കെട്ടാൻ തയ്യാറാകാത്തതാണ് വിള്ളലിനും മണ്ണിടിച്ചിലിനും കാരണമായതെന്ന് റിപ്പോർട്ടറിനോട് പറഞ്ഞു. രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മൂന്നാറിന്റെ ഹൃദയഭാഗത്താണ് ഏതാണ്ട് 100 മീറ്ററോളം നീളത്തിൽ വലിയ വിള്ളൽ ദേശീയപാതയോരത്ത് കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ ആ സംഭവ സ്ഥലത്താണുള്ളത്. ഈ കാണുന്നത് മൂന്നാറിലെ CSI പള്ളിക്ക് സമീപമുള്ള സ്ഥലമാണ്. ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഈ പള്ളിയിലെ ഫാദർ ഉൾപ്പെടെ താമസിച്ചുകൊണ്ടിരുന്ന കെട്ടിടമാണ്. തൊട്ടപ്പുറത്ത് ബംഗ്ലാവൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ദേശീയപാതയോരത്ത് തന്നെയാണ് ഈ ഭാഗമുള്ളത്. ഏതാണ്ട് 50 അടിയോളം ഉയരത്തിലാണ് ഈ ഭാഗമുള്ളത്. 2 ദിവസം മുമ്പാണ് ഇവിടെ വലിയ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏത് നിമിഷവും നിലംപൊത്താവുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഈ പ്രദേശം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 3 ദിവസമായി ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പകരം സംവിധാനം വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ CSI പള്ളിയുടെ ഫാദർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഇതിപ്പോൾ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലേ? അല്ല, അത് സംശയമില്ല മോനെ. കാരണം ഇത് ഏകദേശം 1.5 മാസമായി ഇത് പണി തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇത്രയും ഹൈറ്റിലുള്ള ഒരു സ്ഥലത്ത് റീറ്റൺ വാൾ പണിയാനായിട്ട് അവർ കുഴിയെടുത്തിട്ട് ഏകദേശം 1.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് ഭാഗം മാത്രമാണ് അവർ റീറ്റൺ വാൾ പണിതത്. ആ റീറ്റൺ വാൾ പണിതത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു സ്ഥലം താഴോട്ട് പോകാതെ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് അശാസ്ത്രീയമായിട്ട് അവർ ചെയ്തതും അത് കാലതാമസത്തിൻ്റെ പ്രശ്നമാണ്. അപകടാവസ്ഥ എപ്പോഴെങ്കിലും ചൂണ്ടിക്കാട്ടിയിരുന്നോ ഇവരുടെ ദേശീയപാത അതോറിറ്റിക്ക്? ഇല്ലില്ല. അതായത് ശരിക്കും നമുക്ക് ഈ വ്യാഴാഴ്ചയാണ് ഒരു ക്രാക്ക് നമ്മൾ കണ്ടത്. അപ്പോൾ ക്രാക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ അന്ന് രാത്രി താമസിച്ചു. വെള്ളിയാഴ്ച രാവിലെ അവർ അധികാരികൾ വിളിച്ച് ഈ കാര്യം പറഞ്ഞു ഞാൻ. അപ്പോൾ അതിന് വന്ന് വെള്ളിയാഴ്ച തന്നെ ഇവിടുന്ന് മാറാനുള്ള നിർദ്ദേശം നമുക്ക് തന്നു. അപ്പോൾ അങ്ങനെ വെള്ളിയാഴ്ച നമ്മൾ ഇവിടുന്ന് മാറി. ഇപ്പോൾ 3 ദിവസം കൊണ്ട് മണ്ണ് നീക്കം ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഭാഗം മൊത്തം മണ്ണ് മാറ്റാതെ നിലവിലെ അപകട സാഹചര്യം മാറില്ലല്ലോ അല്ലേ? ഇല്ല, മാറത്തില്ല. ഇപ്പം മണ്ണ് മാറ്റിയാൽ പോലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇനിയും മൂന്നാറിൽ മഴ വന്നിട്ടില്ല, മഴ ശക്തിപ്പെട്ടിട്ടില്ല. ഇനി മഴ ശക്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ റീറ്റെയിൻ വാൾ ഏകദേശം ഒരു 5 മീറ്റർ എങ്കിലും അവർ പണിയാതെ ഈ സ്ഥലം നമുക്ക് സംരക്ഷിക്കാൻ പറ്റത്തില്ല. വലിയൊരു അപകടത്തിലേക്ക് നീങ്ങുന്നതാണ്. അത് തന്നെയാണ്. തൊട്ടപ്പുറത്ത് റിസോർട്ടുണ്ട്. ആ റിസോർട്ട് ഇപ്പോൾ പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. കാരണം ഏത് നിമിഷവും ആ ഭാഗത്തേക്കും മണ്ണ് ഇടിയാനുള്ള സാധ്യതയുണ്ട്. ഫാദർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ റിട്ടേൺ വാൾ ഉൾപ്പെടെ കൃത്യമായി നിർമ്മിക്കാത്തതാണ് ഈ വലിയ ഒരു മണ്ണിടിച്ചിലിന് കാരണമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി മൂന്നാറിൽ മഴ ശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ മഴ ശക്തമായി നിൽക്കുകയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് വെള്ളം ഇറങ്ങി ഇത് നിലംപൊത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. തൊട്ടപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിയ ഗതാഗത കുരുക്കും മൂന്നാർ നഗരത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഈ കാണുന്ന പള്ളിക്ക് താഴെ നിന്ന്, അതായത് പഴയ മൂന്നാറിൽ നിന്നും ഗ്യാപ്പ് റോഡിലേക്ക് കയറുന്ന പാലം വഴിയാണ് നിലവിൽ മൂന്നാർ ടൗണിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നത്. വീതി കുറഞ്ഞ പാതയാണ്. അതുകൊണ്ട് ഏതാണ്ട് 3-4 മണിക്കൂറൊക്കെ ഗതാഗത കുരുക്ക്, വിനോദസഞ്ചാരികളടക്കം മണിക്കൂറോളം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും 3 ദിവസം കൊണ്ട് മണ്ണ് നീക്കം ചെയ്യുമെന്ന് പറയുമ്പോഴും അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയും എന്നതിൽ ഇപ്പോഴും ഒരു സംശയമുണ്ട്. എന്തായാലും ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ച തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് ഈ പള്ളി വികാരി ഉൾപ്പെടെ തുറന്നു പറയുകയും ചെയ്യുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്കായിരിക്കും മൂന്നാറും മുന്നോട്ട് പോകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വീഡിയോ ജേർണലിസ്റ്റ് ജിതിമാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി.